എല്ലാവർക്കും നമസ്കാരം. അല്ലയോ പാർത്ത, പുക അഗ്നിയെ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു. അതായത് ജീവാത്മാവിന്റെ വിശുദ്ധമായ അവബോധത്തെ മൂടിവെക്കുന്നതിന് 3 പ്രകാരത്തിലുള്ള ആവരണങ്ങളുണ്ട്. തീയോട് ഉപമിക്കുമ്പോൾ അതിൽ ജീവസ്ഫുലിംഗത്തിന്റെ തീ തെല്ലു കാണാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. ഒരു ജീവസത്ത അല്പം മാത്രം കൃഷ്ണഭക്തി വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് അയാളെ പുക മൂടിയ തീയോട് ഉപമിക്കാം. പുകയുള്ള സ്ഥലത്ത് തീ ഉണ്ടെങ്കിലും അവ തെളിഞ്ഞു കാണുകയില്ല. കൃഷ്ണഭക്തിയുടെ ആരംഭഘട്ടത്തെ പോലെയാണിത്. ഈ കണ്ണാടിയിലെ പൊടി സൂചിപ്പിക്കുന്നത് ആധ്യാത്മിക ചര്യകളിൽ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അതിനുള്ള ഉത്തമമായ ഉപാധി ഭഗവാന്റെ അടുത്ത ഘട്ടമാണ്. എന്നാൽ ഗർഭാശയത്തിലെ ഭ്രൂണം നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് ഇളകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത്തരം ജീവിതം വൃക്ഷങ്ങളുടേതിന് സമമാണ്. പുകമൂടിയ കണ്ണാടി പക്ഷിമൃഗാദികളോടും പുകയ്ക്കുള്ളിലെ തീ മനുഷ്യരോടും ഉപമിച്ചിരിക്കുന്നു. മനുഷ്യരൂപമെടുത്താൽ ജീവന് തെല്ലൊരു കൃഷ്ണാവബോധം വീണ്ടു കിട്ടിയേക്കാം. പിന്നീട് വികാസം പ്രാപിച്ചാൽ ആധ്യാത്മിക ജീവിതത്തിൽ സ്ഫുലിംഗങ്ങൾ ജ്വലിപ്പിക്കാൻ കഴിയും. തീയുടെ ചുറ്റുമുള്ള പുകമറയെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ അത് ആളിക്കത്തിക്കാം. മനുഷ്യജന്മം ജീവന് ഭൗതികത്വത്തിന്റെ കെട്ടഴിഞ്ഞു കിട്ടാൻ അവസരം നൽകുന്ന ഒന്നാണ്. മനുഷ്യന് മാത്രമേ കൃഷ്ണാവബോധത്തിൽ പരിശീലനം നേടി കാമമാകുന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയും. അല്ലയോ പാർത്ത, ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളും വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും എണ്ണയൊഴിച്ചാൽ തീ കെടുത്താനാവാത്ത പോലെ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കാമത്തെ ശമിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് മനുസ്മൃതിയിൽ പറയുന്നു. അതിനാൽ ജീവനെ ഭൗതിക പ്രപഞ്ചത്തിൽ തളച്ചു നിർത്തുന്ന അജ്ഞാനത്തിന്റെ പ്രതീകമായ ഈ കാമത്തെ നിയന്ത്രിക്കുക. ഇന്ദ്രിയ സുഖഭോഗത്തിൽ ഒരാൾക്ക് സന്തോഷം ലഭിക്കുന്നത് സത്യത്തിൽ ഈ സന്തോഷാനുഭവം അയാളുടെ പരമമായ ശത്രുവാണ്. അത് നാം തിരിച്ചറിയുക. മലയാള പരിഭാഷ. ധൂമത്താൽ ആവൃതമാകുന്നിതഗ്നിയും ധൂളികൾ കൊണ്ടു മൂടുന്നു കണ്ണാടിയും ഭ്രൂണമിതാവൃതം ഗർഭാശയത്തിനാൽ കാമത്താൽ ആവൃതം ജീവന്റെ ആത്മാവ് കാമമാം രൂപിണിയായിട്ടിരിക്കുന്ന ജ്ഞാനിതൻ വൈരിയായി വർദ്ധിച്ചിടുന്നൊരി ദാഹാർത്തിമൂർത്തൊരു കാമാഗ്നി തന്നെയാൽ ആവൃതമാണടോ ജ്ഞാനമാം ബോധവും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.